എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഫസ്റ്റത്തെ മൂവി പാതിരാത്രി. 2015 ഒക്ടോബർ 17 റിലീസ് ചെയ്ത ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് പാതിരാത്രി. നവ്യ നായർ, സൗബിൻ ഷാഹിർ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. രത്തിന പിട്ടിയാണ് ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ വരുന്ന ഫെബ്രുവരി 20 C5 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മലയാളം മൂവി ചത്താപ്പച്ച. 2026 ജനുവരി 22 റിലീസ് ചെയ്തൊരു ആക്ഷൻ കോമഡി ചിത്രമാണ് ചത്താപ്പച്ച. അദ്വൈത് നായർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ, ഇഷാൻ ഷൗക്ക് എന്നിവർ ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഫെബ്രുവരി 19 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് ഖജുരാഹോ. 2025 ഡിസംബർ 5 റിലീസ് ചെയ്തൊരു അഡ്വഞ്ചർ മൂവിയാണ് ഖജുരാഹോ. സേതുവിൻ്റെ തിരക്കഥയിൽ മനോജ് വാസു സംവിധാനം ചെയ്ത മൂവിയാണ് ഖജുരാഹോ. ഈ ചിത്രത്തിൽ അർജുൻ അശോകൻ, ഷറഫുദ്ദീൻ, ശ്രീനാഥ് ബാസി എന്നിവർ ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ്. സൈനാപ്ലൈ ആണ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വരുന്ന ഫെബ്രുവരി 20 അല്ലെങ്കിൽ ഫെബ്രുവരി 27 ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മലയാളം മൂവി ആമോസ് അലക്സാണ്ടർ. 2025 നവംബർ മാസം തിയേറ്ററിൽ റിലീസ് ചെയ്തൊരു ക്രൈം ഡ്രാമ ത്രില്ലർ മൂവിയാണ് ആമോസ് അലക്സാണ്ടർ. അജു വർഗീസ്, ജാഫർ ഇടുക്കി, കലാഭവൻ ഷാജോൺ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. അജയ് ഷാജി സംവിധാനം ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൺനെക്സ്റ്റ് ആണ്. ഈ വരുന്ന ഫെബ്രുവരി 20 ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മലയാളം മൂവിയാണ് 1744 വൈറ്റ് ഓൾട്ടോ. 2022 റിലീസ് ചെയ്ത ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് സെന്ന ഹെഗ്ഡെയാണ്. ഒരു കോമഡി ക്രൈം ഡ്രാമ ചിത്രമാണ് 1744 വൈറ്റ് ഓൾട്ടോ. ഷറഫുദ്ദീൻ, രാജേഷ് മാധവൻ, വിൻസി അലോഷ്യസ് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. മനോരമ ആണ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. ഫെബ്രുവരി 20 അല്ലെങ്കിൽ 27 ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മലയാളം മൂവിയാണ് ബാൾട്ടി. പ്രേക്ഷകർ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ബാൾട്ടി. ഈ മൂവിയുടെ രചനയും സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നവാഗതനായ ഉണ്ണി ശിവലിംഗമാണ്. ഒരു ആക്ഷൻ ചിത്രമായ ബാൾട്ടിയിൽ ഷെയ്ം നിഗമാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഷെയ്ം നിഗത്തിനെ കൂടാതെ പ്രീതി അസ്രാനി, ശാന്തനു ഭാഗ്യരാജ് എന്നിവർ ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. 2025 സെപ്റ്റംബർ 26 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ മാസം ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്കിലോ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മലയാളം മൂവിയാണ് ഒച്ച്. ഒരു ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന മൂവിയാണ് ഒച്ച്. സർജുലാൻ സംവിധാനം ചെയ്ത ഈ മൂവിയിൽ സുധീർ കരമന, നിയാസ് ബക്കർ, ഹിമ ശങ്കർ എന്നിവർ ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. 2023 ഡിസംബർ 1 തിയേറ്ററിൽ റിലീസ് ചെയ്ത ഈ മൂവി ഇപ്പോൾ മനോരമ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് കന്നഡി. അനുരാഗ് കശ്യപ് രചനയും സംവിധാനം ചെയ്തൊരു ആക്ഷൻ ക്രൈം ത്രില്ലർ മൂവിയാണ് കന്നഡി. രാഹുൽ ഭട്ടും സണ്ണി ലിയോണുമാണ് ഇതിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ വരുന്ന 20 ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം ഷോർട്ട് ഫിലിമാണ് പ്യൂപ്പ. ഒരു സൈക്കോളജിക്കൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന മൂവിയാണ് പ്യൂപ്പ. ഈ ഷോർട്ട് ഫിലിമിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഫയാസ് ജഹാനാണ്. ദേവിക രാജേന്ദ്രൻ, ജാബിർ നൌഷാദ് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. മനോരമ ആണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ മാസം ലാസ്റ്റിലോ അടുത്ത മാസം ഫസ്റ്റ് വീക്കിലോ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു മലയാളം മൂവിയാണ് കുറിഞ്ഞി. ഗിരീഷ് കുന്നുമലാണ് ഈ മൂവിയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ആദിവാസി ഗോത്ര സമൂഹത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഈ മൂവി നിർമ്മിച്ചിരിക്കുന്നത്. മനോരമ ആണ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ മാസം ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്കിലോ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു ഇംഗ്ലീഷ് സീരീസാണ് വൺ പീസ് ഇൻ ടു ദ ഗ്രാൻഡ് ലൈൻ. നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യുന്ന ഒരു ലൈവ് ആക്ഷൻ സീരീസാണ് വൺ പീസ് ഇൻ ടു ദ ഗ്രാൻഡ് ലൈൻ. മാർച്ച് 10 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസാണ് പാരഡൈസ്. ഒരു സയൻസ് ഫിക്ഷൻ പൊളിറ്റിക്കൽ ത്രില്ലറിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സീരീസാണ് പാരഡൈസ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഫെബ്രുവരി 23 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് മൂവിയാണ് ഹോട്ട് സ്പോട്ട് ടു മച്ച്. വിഘ്നേഷ് കാർത്തിക് സംവിധാനം ചെയ്തൊരു റൊമാൻസ് കോമഡി കാറ്റഗറിയിൽപ്പെടുന്ന ഒരു മൂവിയാണ് ഹോട്ട് സ്പോട്ട് ടു മച്ച്. പ്രിയ ഭവാനി ശങ്കർ, അശ്വിൻ കുമാർ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 20 ആമസോൺ പ്രൈം വീഡിയോസ്, ആഹ OTT പ്ലാറ്റ്ഫോം എന്നീ പ്ലാറ്റ്ഫോമുകളുള്ള OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതുപോലുള്ള OTT റിലീസുകൾ ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്.